എന്താ കേട്ടിട്ട് കുഴപ്പമല്ലോന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ മോശമായൊന്നും പറയില്ല, എനിക്കറിയാം. അതെ, ഞാനൊരു അനുസരണയുള്ള ആനയാണ്. നാട്ടുകാരെ കൊണ്ട് മാത്രമല്ല, വിദേശികളെ കൊണ്ട് പോലും ഞാനത് പറയിപ്പിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കോവളത്തെ ആ ഹവ്വ ബീച്ച് വരെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. ജർമ്മൻകാരൻ സായിപ്പും സ്വിറ്റ്സർലൻഡുകാരി മദാമയുമെല്ലാം ഒരേ നാവിൽ എൻ്റെ ഇണക്കത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കും. അവരെ ഞാൻ മുതുകിൽ കയറ്റുകയും ആ ബീച്ചിലെങ്ങും കൊണ്ടു നടന്ന് കറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എത്ര പടങ്ങളാണ് അവരെൻ്റെ എടുത്തിട്ടുള്ളത്. എല്ലാം അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടാകും. ഇതൊന്നും എൻ്റെ മിടുക്ക് മാത്രമല്ല, എന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ബാലയണ്ണൻ്റെ കഴിവ് കൂടിയാണ്. എല്ലാം കൊണ്ടും നല്ല സ്വഭാവം തന്നെയാണ്. ഒരു ബഹളമോ വഴക്കമൊന്നുമില്ല. നീര് സമയത്ത് കെട്ടിയിടും. 2.5 മാസം കഴിഞ്ഞ് അഴിക്കും. അതുവരെ ഒരു ശല്യമില്ല. നീരിലും വേണമെങ്കിൽ കൊണ്ടു നടക്കാം. പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ട് നടന്നുകൂടാത്തതുകൊണ്ട് കൊണ്ടു നടക്കാത്തതാണ്. എഴുന്നള്ളത്തിന് പോകുമ്പോൾ കുഴപ്പമില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുള്ള മിക്ക അമ്പലങ്ങളിലും പോകും. പച്ചിലകൾ ഒടിച്ചു തിന്നും നെയ്യാറിൽ നീരാടിയും ഈ നാട്ടിൽ ഇങ്ങനെ കഴിയുന്നത് എത്ര സന്തോഷമാണെന്ന്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഈ നാട്ടിടവഴികളും ഈ മനുഷ്യരുമെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. തുമ്പിക്കൈ നിറയെ വെള്ളം കോരി ഒഴിച്ച് ഇങ്ങനെ കുളിക്കുവാൻ എത്ര നേരം വേണമെങ്കിലും ബാലയണ്ണൻ എൻ്റെ കൂടെ നിൽക്കും. ഇതൊരാഘോഷം തന്നെയാണ് എനിക്ക്. ഇങ്ങനെ നീന്തിയും തുടിച്ചും പച്ചില പറിച്ചു തിന്നും ഞാൻ ശരിക്കും ജീവിതം ആസ്വദിക്കുകയാണ്. നെയ്യാറ് നിറഞ്ഞൊഴുകുമ്പോൾ എന്ത് രസമാണെന്നോ കുളിക്കാൻ. ഞാനപ്പോൾ ചില സ്പെഷ്യൽ നമ്പറുകളെല്ലാം കാണിക്കും. അത് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോഴങ്ങ് അവിടെ വന്നാൽ മതി. ഈ ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? തുമ്പിക്കൈ കൊണ്ട് മോഹൻ എന്തോ ചെയ്യുകയാണ്. ചുറ്റും കുറച്ചു പേർ കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടാൽ ഏതോ ഓലമടൽ എടുത്ത് വായ്ക്കകത്തേക്ക് കടത്തുവാൻ ശ്രമിക്കുകയല്ലേ എന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു പുസ്തക പ്രകാശന കർമ്മമാണ്. സാധാരണ മുതിർന്ന സാഹിത്യകാരന്മാരാണ് ഈ കർമ്മം ചെയ്യാറുള്ളത്. വളരെ സമ്പന്നമായ ഒരു വേദിയും അതിന് തക്ക ഒരുക്കങ്ങളുമെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം ഒഴിവാക്കി അനി വേലപ്പൻ എന്ന നോവലിസ്റ്റ് തൻ്റെ നോവൽ മോഹനെ കൊണ്ട് പ്രകാശിപ്പിക്കുകയായിരുന്നു. പ്രകാശനത്തിനായി ഒരു സാഹിത്യ പ്രമുഖനെ തിരഞ്ഞ് അനി വേലപ്പൻ ഏറെ അലഞ്ഞു. ഒടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതൊരു വലിയ വാർത്തയായി മാറുകയായിരുന്നു. ഒരുപക്ഷേ ഒരു സാഹിത്യകാരൻ ഈ കർമ്മം നിർവഹിച്ചിരുന്നെങ്കിൽ എഴുത്തുകാരൻ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കർമ്മം മഠത്തിൽ മോഹൻ്റെയും നോവലിസ്റ്റ് അനി വേലപ്പൻ്റെയും നോവൽ കാളി ഉടയാൻ്റെയും ഭാഗ്യമായി മാറി. അങ്ങനെ പറഞ്ഞാൽ ഇനിയും ഏറെ പറയാനുണ്ട് ഈ മോഹനെക്കുറിച്ച്. ആസാമിലെ ജോർഹട്ടിൽ ജനിച്ചു വളർന്ന് കേവലം 8 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിൽ വന്ന് ഇന്ന് തെക്കൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആനകളിൽ ഒരാളായി മാറിയിട്ടുണ്ട് മോഹൻ. ഇനിയുള്ള നാളുകളിൽ മോഹന് തിരക്കേറും. ഉത്സവങ്ങൾ മാത്രമല്ല, ടൂറിസ്റ്റ് സീസണും അടുക്കുകയാണ്.